ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ്. ഇത് കുറേ മുന്നേ വന്ന ഒരു ഡ്രാമയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ശരി, നേരം നമുക്ക് ഡ്രാമേൻ്റെ ഉള്ളിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് കാണിക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു VCD DVD പഴയ ഒരു 1980s എന്ന് പറയുന്ന ഒരു പീരീഡാണ്. അപ്പോൾ ഒരു ഗ്രാൻഡ് ഒരു കട നടത്തുന്നുണ്ട്. ഒരു കടൻ്റെ പേരാണ് ഒരു DVD റെൻ്റൽ ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഗ്രാൻഡ് പാൻ്റെ മോളും കൂടെയാണുള്ളത്. അപ്പോൾ ഡോക്ടർ പറയാണ് ഗ്രാൻഡ് പാനോട്, ഇന്നും എന്നത്തെ പോലെ തന്നെ ആരും തന്നെ വരാനില്ല, നമ്മളിവിടെ കൊതുകിനെ ഈച്ചിനെ ആട്ടി കുത്തിർക്കാണ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവരുടെ ഡാഡ് പറയുന്നുണ്ട്, എല്ലാം നോക്കിക്കോ, ആരെങ്കിലും ഒരാൾ വരും, ഇന്നും ഒരേപോലെ ആവണമെന്നില്ലല്ലോ അങ്ങനെ പറയും. നിങ്ങളിവിടെ പറഞ്ഞും കൊണ്ടിരുന്നോളി, ആരും വരാൻ പോകുന്നില്ല എന്ന്. പുറത്തേക്ക് നോക്കുക, ഒരാൾ വരുന്നു അങ്ങനെ പറയും. അപ്പോൾ ഒരു ചെക്കനെ ഒക്കെ ഒരു ബൊക്കയും പിടിച്ച് വരുന്നുണ്ട്. ഹലോ എന്ന് പറഞ്ഞ് അവനെ ഇൻട്രഡക്ഷൻ കൊടുത്തിട്ട് ഉള്ളിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ പെണ്ണ് ചോദിക്കുന്നുണ്ട്, എന്താ വേണ്ടത് നിങ്ങൾക്ക്, നിങ്ങൾ എന്തെങ്കിലും പ്രിഫർ ചെയ്യുന്നുണ്ടോ, ഞാൻ എടുത്തു തരണോ ചോദിക്കും. ഇല്ല വേണ്ട, ഞാൻ എന്നെ നോക്കിക്കൊണ്ടെന്ന് പറയും. അപ്പോൾ അവന് ഉള്ളിലോട്ട് പോയി കുറച്ചേരം നോക്കിയിരുന്നു. ഒരു 3-4 DVD എടുത്തിട്ട് വന്ന് കൊടുത്തിട്ട് വന്നിട്ട് അവിടുന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചോദിക്കുന്നത്, എന്താ നീ ഒറ്റയ്ക്കാണോ? അല്ലല്ലോ, എനിക്ക് അങ്ങനെയൊന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അവന്. അപ്പോൾ ഈ ഗേൾ പറയുന്നുണ്ട്, അവനെ കണ്ടാൽ തന്നെ ഒറ്റയ്ക്കാണെന്ന് കണ്ടാലേ അറിയുന്നുണ്ടല്ലേ, പാവം തോന്നൂലേ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ്റെ ഡാഡി പറയുന്നുണ്ട്, അവൻ സ്ട്രോങ് ആവും മോളെ അങ്ങനെ. എനിക്ക് അവൻ്റെ ലൈഫിൽ ആരെങ്കിലും ഒരാൾ അവനക്ക് ഓപ്പണായി സംസാരിക്കാൻ പറ്റുന്ന പോലെ ഒരാൾ വന്നാൽ നല്ലതായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ ഗേൾ അവനെ നോക്കി ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാഡി പറയുന്നുണ്ട്, ഇപ്പോൾ നിൻ്റെ ജോലി നോക്ക് അങ്ങനെ പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ വന്നിട്ട് നേരെ ഈ ബൊക്കയും DVD എല്ലാം കൂടെ എടുത്തിട്ട് നേരെ പോകുന്ന ഒരു ക്ഷേമത്തേരിയിലോട്ടാണ്. അവിടെ പോയി ഒരു കല്ലറയിലെ മുന്നിൽ ബൊക്കെ വയ്ക്കുന്നുണ്ട്. ബൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്, 6 വർഷമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞാൽ ചെക്കൻ അവിടെ നിന്ന് കരയാണ്. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ എന്ന് പറഞ്ഞിട്ട്. ഇവരാരെന്ന് എന്നിട്ട് അവന് കുറച്ച് നേരം അവിടെ നിന്ന് ഫീൽ ചെയ്തിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് വേണം. ഇതാരാണെന്ന് മനസ്സിലായല്ലോ, ഇവനാണ് നമ്മുടെ ഹീറോ, ഇവൻ്റെ പേരാണ് സൂണ്. ഓക്കെ, അപ്പോൾ നേരെ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് വരികയാണ്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിന് താഴെ ഒരു ആൻറ്റി നിന്നിട്ട് ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊണ്ടിരിക്കുക. സൂൺ, നിനക്കൊരു കാര്യം അറിയോ, എൻ്റെ റൂമിൻ്റെ അടുത്ത് വന്നിട്ട് പുതിയതായിട്ട് ഒരു വാടകക്കാർ വന്നിട്ടുണ്ട്, ഇനിയെങ്കിലും നീ കുറച്ച് അവരോടൊക്കെ ഓപ്പൺ അപ്പ് ആവുക അങ്ങനെ. അങ്ങനെയൊന്നുമില്ല ആൻറ്റി, ഞാൻ ഇതിനു മുമ്പ് അവരോടൊന്നും തന്നെ സംസാരിച്ചില്ല. നീ സംസാരിച്ച് നോക്ക്, വേൾഡ് വേറെയാണ്, നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അങ്ങനെ പറയുന്നുണ്ട്. ശരി ആൻറ്റി, ഞാൻ ട്രൈ ചെയ്യാം അങ്ങനെ പറഞ്ഞാൽ അവൻ ഉള്ളിലോട്ട് പോയി കുറച്ച് നേരം ഒന്ന് കരയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാതിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് അപ്പോൾ ഇവന് ജോൺ ആദം ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു ഓത്തർ എഴുതിയ ഒരു ബുക്കും എടുത്തിട്ട് ബാൽക്കണിയിൽ വന്നിരിക്കുന്നുണ്ട് ഫോൺ എടുത്തിട്ട്. അപ്പോൾ അതിലേക്കൊരു കോൾ വരുമ്പോൾ അറ്റൻഡ് ചെയ്ത് അവരെന്താ പറയുന്നവനെ ഒന്ന് ജസ്റ്റ് എനിക്ക് കണ്ടിട്ട് നിങ്ങൾ റോങ് നമ്പർക്ക് ഡയൽ ചെയ്തു എന്നാണ് അങ്ങനെ പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റിൽ വന്നിട്ട്, അതായത് അടുത്ത വീട്ടിൽ നേരത്തെ പറഞ്ഞ നെയ്ബർ അല്ലേ, അവർ വന്നിട്ട് അതിലൊരു ചെക്കനാന്ന് തോന്നുന്നു, ജസ്റ്റ് ഒരു കൈ മാത്രം കാണുന്നുണ്ട്, ഒരു സിഗരറ്റ് പിടിക്കുന്ന കൈ കഴിഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഇവർ ഈ DVD ഷോപ്പിലോട്ട് പോയിട്ട് ഈ ബുക്കുകളൊക്കെ റിട്ടേൺ ചെയ്യുന്നുണ്ട്, ഈ DVD ഒക്കെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത്, എന്താ നീ ഇത്ര പെട്ടെന്ന് മൂവീസൊക്കെ കണ്ടോ? ഇല്ല, എനിക്ക് കാണാനുള്ള ടൈമില്ല, കാരണം എനിക്ക് എക്സാംസ് ഒക്കെ വരുന്നുണ്ട്, സോ അതുകൊണ്ട് എനിക്ക് പഠിക്കാനാണ്, അതുകൊണ്ട് എനിക്ക് മൂവി കാണാൻ പറ്റില്ല. ശരി, ഓക്കെ അങ്ങനെ പറഞ്ഞ് അവനവിടെ പോകുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം കാണിക്കുമ്പോൾ സെയിം അതന്നെ, അവൻ്റെ ബാൽക്കണിയിൽ ഇരിക്കുന്നുണ്ട്, കുറച്ച് നേരം കരയുന്നുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിലുള്ള ആ സിഗരറ്റിൻ്റെ കൈ അവനോട് സംസാരിക്കുന്നത്, എനിക്ക് നാളെ നിൻ്റെ ബർത്ത്ഡേ ആണോ, നീ ഒറ്റയ്ക്കാണോ ചോദിക്കുന്നത്. അപ്പോൾ അവൻ ചോദിക്കുന്നത്, നിങ്ങളാരാ, എനിക്ക് നിങ്ങളെ തമ്മിൽ അറിയുമോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, നീ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത്, നീ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെ പറഞ്ഞ പോലെ. ഇല്ല, ഞാൻ സ്ട്രോങ് അല്ല, ഞാൻ ഭയങ്കര വീക്കാണ്. നിനക്കൊരു കാര്യം അറിയാമോ, ഒരു ദിവസം ഞാൻ എൻ്റെ മാത്സ് ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു, ഒരു സീറോ കൊണ്ട് എന്ത് ഡിവൈഡ് ചെയ്താലും അതിന് ആൻസർ വന്നിട്ട് 0 ആണ് കിട്ടുക അങ്ങനെ പറഞ്ഞത്. ഞാനും അതുപോലെയാണ്, ബിക്കോസ് അവൻ്റെ പേര് സൂൺ എന്നല്ലേ, സൂൺ എന്ന് വെച്ചാൽ താഴെ 0 എന്ന് പറയുന്ന ഒരു മീനിങ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റുള്ള കൈ പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും വിചാരിക്കരുത്, ഒരിക്കലും നീ നിന്നെപ്പറ്റി ഡൗൺ ആയിട്ട് വിചാരിക്കരുത്, എനിക്ക് വേണ്ടി നീ ഒരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ, നീ ലോൺലി ആണെന്ന് വിചാരിക്കരുത്, അതുമാത്രമല്ല നീ നിന്നെ തന്നെ കുറച്ചേരം സ്നേഹിക്കണം, ലവിൽ വിശ്വാസം വേണം, നിനക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാണ്, എനിക്ക് വേണ്ടി നീ ഇതൊക്കെ ചെയ്യുമോ അങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്യുക അങ്ങനെ പറയുന്നുണ്ട്. നിങ്ങളുടെ പേരെന്താ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവനെ അവിടെ നിന്ന് പോയി കഴിഞ്ഞു. ഇപ്പോൾ ഇവനെ, നിങ്ങളൊരു വാക്ക് പോലും പറയാതെ പോയില്ലേ അങ്ങനെ പറയണ്ട. അങ്ങനെ അടുത്ത ദിവസം നേരത്തെ ആ ഗ്രാൻഡ് പറഞ്ഞില്ലേ, ഇവിടെ തിയേറ്റർ ഉണ്ട്, നീ വന്നിട്ട് മൂവി കണ്ടുനോക്ക്, നിനക്കൊരു എക്സ്പീരിയൻസ് നല്ല ഫീൽ ആയിരിക്കും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ നേരെ തിയേറ്ററിലോട്ട് പോവാണ്. അപ്പോൾ തിയേറ്ററിൽ പോകുമ്പോൾ അവിടെ കൗണ്ടറിൽ നിൽക്കുന്ന ഗേൾ ചോദിക്കുന്നുണ്ട് ഏത് മൂവിയാണ്. അപ്പോൾ അവന് പോസ്റ്ററിലുള്ള റാൻഡം ഒരു മൂവി കാണിക്കുന്നത്. ഓക്കെ, സീറ്റ് നോക്കി അവനങ്ങനെ സിനിമ കാണാൻ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് തന്നെ വേറൊരു ചെക്കനും വന്നിരിക്കുന്നത്. എനിക്ക് എന്നിട്ട് അതാണ് ആ സിഗരറ്റിൻ്റെ കൈ അവനാണെന്ന് വിചാരിക്കുന്നു.
അങ്ങനെ അവർ രണ്ടുപേരും മൂവി കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സൂൺ എണീച്ച് പോകാൻ നോക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നല്ല മൂവി ആയിരുന്നു അല്ലേ? അതെ. നല്ല സൗണ്ട് ട്രാക്ക് ആയിരുന്നു അല്ലേ? അതെ. ശരി, ഞാൻ പോയിട്ട് നിങ്ങൾ പോവുകയാണോ? അതെ, ടൈമായില്ല, ഞാൻ പോവുകയാണ്. അങ്ങനെ പറയാം. ഒരു നിമിഷം, ഇതാക്കണം നിങ്ങൾ ടിക്കറ്റ് അങ്ങനെ പറഞ്ഞ് എടുത്ത് കൊടുക്കണ്ട. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഐ തിങ്ക് ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.